ഹായ് ഫ്രണ്ട്സ്, ഷീഗാർഡൻ യൂട്യൂബ് ചാനലിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഷീജ ഗുരുവായൂർ. എന്റെ കൃഷിത്തോട്ടത്തിലൂടെ നമുക്ക് ഒന്ന് നടക്കാം. കൂടെ വരികയാണെങ്കിൽ എല്ലാവരും കൂടെ വരണം കേട്ടോ. വരികയാണെങ്കിൽ ഒത്തിരി കാര്യങ്ങൾ, കൃഷിക്കാഴ്ചകൾ, എൻ്റെ കൃഷി ഒത്തിരി ഉണ്ട്. അതെല്ലാം കാണാം. അതോടൊപ്പം തന്നെ അതിനെക്കുറിച്ചുള്ള ആ കൃഷി രീതിയെക്കുറിച്ചും അതിൻ്റെ ജൈവ വളങ്ങൾ എന്തൊക്കെയാണെന്നുള്ളതും ജൈവ കീടനാശിനി എന്താണെന്നുള്ളതും എങ്ങനെയൊക്കെ അതിനെ പരിപാലിക്കണം എന്നുള്ള കാര്യങ്ങൾ കൂടി ഞാൻ പറഞ്ഞു തരും. അപ്പൊ കൂടെ വന്നേക്കണം. ഇപ്പൊ നമ്മള് നിൽക്കുന്നത് എൻ്റെ വെള്ളരി തോട്ടത്തിലാണ്. വിഷുവിന് ഈ കണി വെള്ളരി വിളവെടുക്കും. ആ വെള്ളരി കൃഷിയുടെ രീതിയെക്കുറിച്ചും അതിനെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ വേറൊരു വീഡിയോയിൽ ഞാൻ ഇട്ട് തരാം. വെള്ളരി കൃഷി എങ്ങനെ ചെയ്യണം, എങ്ങനെ മികച്ച ലാഭം അതിൽ നിന്ന് എടുക്കാം എന്നുള്ള കാര്യങ്ങൾ. ഇതെന്റെ കുമ്പള കൃഷിയാണ്. കാരണം കുമ്പളം എപ്പോഴും മുകളിലേക്ക് പടർന്നു പോകുമ്പോഴാണ് ശരിക്കും അതിന് പ്രാണികളുടെ കുത്തൊക്കെ കിട്ടാതെ കുറച്ച് രക്ഷപ്പെടുന്നത് തന്നെ നമ്മൾ മുകളിലേക്ക് പടർത്തി വിടുമ്പോഴാണ്. താഴെ പടർത്തുമ്പോഴാണ് നിറയെ വണ്ടുകളൊക്കെ വന്നത് നശിച്ചു പോകുന്നത്. അപ്പൊ ഞാനിതിന്റെ മാവ് നിൽക്കുന്ന കാരണം ഫുള്ള് തടങ്ങൾ ഉണ്ടാക്കി ഈ മാവിലേക്ക് പടർത്തി വിട്ടിരിക്കുകയാണ്. ഇതേ കണ്ടില്ലേ കുമ്പളങ്ങ നിൽക്കുന്നത് നോക്കിയൊക്കെ. ഇപ്പൊ നിൽക്കുന്നത് വഴുതനങ്ങ തോട്ടത്തിലാണ്. 100 വഴുതനങ്ങ മൊത്തത്തിൽ ഞാനിവിടെ നട്ടിട്ടുണ്ട്, 100 തൈകള്. അതില് ഓൾമോസ്റ്റും മാലാഖ വഴുതനയാണ്. കണ്ട വെള്ള വഴുതനങ്ങയാണ് നിറയെ. നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇതിന് വിളവെടുപ്പൊക്കെ നടത്താറുണ്ട്. കട്ട് ചെയ്യണതിനനുസരിച്ച് കൂടുതൽ ഉണ്ടാവും. ഇതൊക്കെ നല്ല മസാലക്കറിയൊക്കെ ഉണ്ടാക്കാൻ സൂപ്പർ ടേസ്റ്റ് ആട്ടോ ഈ വഴുതന. അപ്പൊ ഒത്തിരി പേര് എന്നോട് ഇതിന്റെ സീഡ് ചോദിച്ചിട്ടുണ്ട്. നമ്മൾ ഫോട്ടോ കണ്ടിട്ട് ഒത്തിരി പേര് സീഡ് ചോദിച്ചിട്ടുണ്ട്. അത് കാരണം ഞാൻ കുറച്ച് പൊട്ടിക്കാതെ നിർത്തിയിരിക്കുകയാണ് ആവശ്യക്കാർക്കെല്ലാം സീഡ് കൊടുക്കാനായിട്ട്. അപ്പൊ ആർക്കും ആവശ്യമില്ലെങ്കിൽ പറഞ്ഞാല് ഈ മാലാഖ വഴുതനയുടെ സീഡ് ഞാൻ തരും. ഈ ഭാഗത്തിലെ പച്ച വഴുതനങ്ങയാണ്. പിന്നെ ദാ ഇവിടെ നിൽക്കുന്നത് ഇത് വേങ്ങേരി വഴുതനയാണ്. വേങ്ങേരി വഴുതന ഇതിനൊക്കെ നിറയെ ഉണ്ടാവുന്നുണ്ട് ഇപ്പം. കണ്ടില്ലേ, ഈ വേങ്ങേരി വഴുതനയ്ക്ക് ചെറുതായിട്ട് മുള്ളുണ്ടാവും, വളരെ ഷാർപ്പായിട്ടുമുള്ള മുള്ള്. അതിങ്ങനെ തറയ്ക്കും. അപ്പൊ സൂക്ഷിച്ച് കൈകാര്യം ചെയ്യേണ്ട ഒന്നാണ് വേങ്ങേരി വഴുതന. പക്ഷെ കൊലകൊലയായിട്ട് ഒത്തിരി വഴുതന ഇതിലുണ്ടാവും, നല്ല ടേസ്റ്റിയാണ്. ഇത് നമ്മുടെ തണ്ണിമത്തൻ. ഇത് കുറെ പ്രാവശ്യം ഇപ്പൊ വിളവെടുത്തു. അത്യാവശ്യം നല്ല വെയിറ്റ് ഉള്ള തണ്ണിമത്തനാണ്. ഇത് ഏകദേശമൊക്കെ ആയിണ്ട്, പൊട്ടിക്കാറായിണ്ട്. എന്നാലും ഒത്തിരി ഉണ്ടായി. ഫസ്റ്റ് ടൈം ഇത്തിരി ഞാനൊരു 50 തൈയാണ് തണ്ണിമത്തൻ നട്ടത്. പക്ഷെ ഒത്തിരി തണ്ണിമത്തൻ ഉണ്ടായി കേട്ടോ. നല്ല ടേസ്റ്റ്, നല്ല മധുരം, നല്ല നാച്ചുറൽ മധുരം. എന്റെ മത്തങ്ങ കണ്ട ഇവിടെ മാത്രല്ല, തൊട്ടപ്പുറത്തും ഉണ്ട് മത്തങ്ങ നട്ടിട്ടുണ്ട്. നല്ല സുന്ദരി മത്തങ്ങയായിട്ട് നിൽക്കുന്നുണ്ട്. ഇവിടെയൊക്കെ ഇത് ഉണ്ടാവുന്നുണ്ട്. ഇതിനകത്തൊക്കെ ചുറ്റും ഉണ്ടായി നിൽക്കുന്നുണ്ട് മത്തങ്ങ. അപ്പൊ ഇത് ഞാൻ സീഡിന് വേണ്ടി ഇവിടെ അങ്ങനെ നിർത്തിയിരിക്കുകയാണ്, പൊട്ടിക്കാതെ. ഇത് കുറ്റിപ്പയറ് ഞാനങ്ങനെ നിരത്തി നട്ടിരിക്കുന്നുണ്ട്. ലളിത എന്ന് പറഞ്ഞിട്ടുള്ള കുറ്റിപ്പയറാണിത്. നല്ല ചുവന്ന പയറാണ്. അത് ഉണ്ടാവുന്നേ ഉള്ളൂ. കണ്ടില്ലേ, അതങ്ങനെ ഒരു റൗണ്ട് ഞാൻ നട്ടിട്ടുണ്ട്. പിന്നെ വേറൊരുത്തിലും കൂടി ഉണ്ട്, അത് കാണിച്ചു തരാം. നല്ല ടേസ്റ്റ് ആയിട്ടുള്ള പയറാണ്. എൻ്റെ ഒരു ഫ്രണ്ട്, വേറൊരു ഷീജ, നല്ല കർഷക കേട്ടോ, പുള്ളിക്കാരി എനിക്ക് സീഡ് തന്നത് ഇതിന്റെ. അപ്പൊ ആ സീഡൊക്കെ പാവി മുളപ്പിച്ചപ്പോ നല്ല ഭംഗിയിൽ നിൽക്കുന്നുണ്ട് ഇത്. പയറ് കൃഷി വൻ ലാഭകരമാണ്. ഇത് നാന്താരി എന്ന് പറഞ്ഞിട്ടുള്ള പയറാണ്. ഒരു 4-5 പയറുണ്ടായാൽ നമുക്കൊരു ഉപ്പേരിക്കുള്ള പയറായി.
പയർ കൃഷിക്ക് നമ്മൾ ആദ്യം തന്നെ ഞാൻ കുമ്മായൊക്കെ ഇട്ട് മണ്ണിനെ ട്രീറ്റ് ചെയ്തിട്ട് നന്നായി വാരം കൂട്ടി. അതിനുശേഷം ഒരാഴ്ച കഴിഞ്ഞിട്ട് നല്ല കോഴിക്കാഷ്ടം നിറയെ വെതറി കൊടുത്തു. ഒരാഴ്ച അങ്ങനെ നനച്ചുകൊണ്ടിരുന്നു. ആ ഒരാഴ്ച കഴിഞ്ഞതിന് ശേഷം പിന്നെ നമ്മൾ വേപ്പിൻ പിണ്ണാക്ക് നല്ല പോലെ തടത്തിൽ ചേർത്ത് വീണ്ടും നനച്ച് 2-3 ദിവസം നനച്ചു. പിന്നീട് ഓരോ കുഴികളെടുത്ത് വിത്ത് പാവി മുളപ്പിച്ചിട്ട് തൈകളാണ് അതിൽ കുഴിച്ചിട്ടുള്ളത്. അപ്പോൾ ഓരോ കുഴികളിലും ഞാൻ വേപ്പിൻ പിണ്ണാക്കും എല്ലുപൊടി ഇട്ട് കൊടുത്തിട്ട് അതിൽ കുറച്ച് വാമും കൂടി വെച്ച് തൈ നട്ടു. അങ്ങനെയാണ് ഈ പയർ. ഇതിന്റെ പന്തലൊന്നും നോക്കണ്ട, അതൊക്കെ എൻ്റെ സ്വന്തം രീതിയിലുള്ള കൃഷി, സ്വന്തം രീതിയിലുള്ള പന്തൽ പണിയാണ്. അപ്പൊ അതിനേത് എനിക്ക് പറ്റാവുന്ന രീതിയിലല്ലേ ഞാൻ ചെയ്യുക. അപ്പൊ അങ്ങനെ ചെയ്ത് വെച്ചിട്ടുള്ളതാണ്. കുറെ പയർ ഇപ്പൊ എനിക്ക് വിളവ് എടുത്ത് കിട്ടിട്ടോ. പെരിഞ്ജീരകം, ഞാൻ പെരിഞ്ജീരകം സത്യം പറയാലോ ആദ്യമായിട്ടാണ് പെരിഞ്ജീരകം കൃഷി ചെയ്യുന്നത്. എങ്ങനെയുണ്ട് എന്നറിയാനായിട്ട് കുറച്ച് പെരിഞ്ജീരകം മുളപ്പിച്ച് തൈയാക്കി, നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്ന പെരിഞ്ജീരകം മുളപ്പിച്ച് നട്ടിട്ടുള്ളതാണ്. അപ്പൊ അതാ പൂത്തു, നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. അപ്പൊ ഇത് നിറയെ ഉണ്ടാവും എന്നുള്ളത് മനസ്സിലായി. അപ്പൊ അടുത്ത പ്രാവശ്യം കൂടുതൽ നമുക്കിത് കൃഷി ചെയ്യാം. മധുരക്കിഴങ്ങാണ്. ഇതിൽ 2 തരം മധുരക്കിഴങ്ങുണ്ട്. നല്ല വെളുത്ത മധുരക്കിഴങ്ങുണ്ട്, ചുവന്ന മധുരക്കിഴങ്ങുണ്ട്, നല്ല ടേസ്റ്റ് ആയിട്ടുള്ളത്. ഇതെന്റെ വേറൊരു സ്ഥലത്ത് അതിന്റെ തൊട്ടടുത്ത് തന്നെ വീണ്ടും വെണ്ട കൃഷി. ഇത് കൃഷിഭവനിന്ന് കിട്ടിയ വെണ്ടയുടെ സീഡാണ്. ഹൈബ്രിഡ് വിത്താന്ന് തോന്നുന്നുണ്ട്. ഇത് നല്ല നല്ല ടേസ്റ്റിയാണ് കേട്ടോ വെണ്ടക്കായ. ഇതിനിടയിലൊക്കെ ഞാൻ മറ്റേ ലളിത പയറ് നട്ടിട്ടുണ്ട്. ഇതാ പയറൊക്കെ ഉണ്ടായി തുടങ്ങിയിട്ടുണ്ട്, കണ്ടോ നല്ല ഭംഗിയില്. ഓരോ തൈകളും ഞാൻ നടുമ്പോൾ ഇതിനകത്ത് ഞാൻ വേപ്പൻ പിണ്ണാക്കും എല്ലുപൊടിയും ഇട്ടിട്ടാണ് വെണ്ട തൈകളൊക്കെ വെച്ചിട്ട് നട്ടിട്ടുള്ളത്. അതിനുശേഷം വലുതായതിനു ശേഷം പിന്നെ കോഴിക്കാഷ്ടം വീണ്ടും ഇട്ട് മണ്ണ് കയറ്റി കൊടുത്തിട്ടുള്ളതാണ്. ഇത് പീച്ചിങ്ങ ഞാൻ മാവിന്റെ മുകളിലേക്ക് പടർത്തി വിട്ടിരിക്കുകയാണ്. ഇതിമലൊക്കെ ഉണ്ടായി നിൽക്കുന്നുണ്ട് ഉള്ളില്. ഇത് ആരോ റൂട്ട് ഇവിടെ നിറച്ചിട്ടുണ്ട്. വേറൊരു സ്ഥലത്തും കൂടെ നട്ടിട്ടുണ്ട്. ഇപ്പൊ ഇതിലൊക്കെ പുല്ലൊക്കെ പിടിച്ചു. എനിക്ക് ഒറ്റയ്ക്കുള്ള കൃഷിയാണ്, എൻ്റെ സഹായത്തിനൊന്നും ആരുമില്ല. അപ്പോൾ എനിക്ക് പറ്റാവുന്നിടത്തോളം ഒക്കെ ചെയ്യും. അപ്പൊ ഇതപ്പോ വീണ്ടും ഒരു ട്രിപ്പ് പുല്ല് പറിക്കലൊക്കെ കഴിഞ്ഞ് വീണ്ടും വന്നിട്ടുണ്ട്. ഇനി ഇത് ശരിയാക്കാം. ഇനി ഇവിടുന്ന് തൊട്ട് ആ അറ്റം വരയ്ക്ക് എനിക്ക് കൊള്ളി നട്ടിട്ടുണ്ട്. ഞാൻ കൊള്ളി മീൻസ് കപ്പ നട്ടിട്ടുണ്ട്. അതിന്റെ ഇടയിലൊക്കെ ഞാൻ കുറ്റിപ്പയർ നട്ടിട്ടുണ്ട്. നിറയെ പയറുണ്ട്. ഇതേ പൊട്ടിക്കാനായി നിൽക്കുന്നുണ്ട്. പയറ് നിറയെ ഉണ്ടായി നിൽക്കുന്നുണ്ട്, കണ്ടില്ലേ. ഈ 2 ടാങ്കിലായിട്ട് ഞാൻ മീൻ വളർത്തുന്നുണ്ട്. ഇതില് ഫിലോപ്പിയ, അതില് ബ്രാലോ ആണ് ഇട്ടിട്ടുള്ളത്. നല്ല കുഞ്ഞായിരിക്കുമ്പോ കൊടുത്തിട്ടതാണ്. ഇപ്പൊ നന്നായി വലുതായിട്ടുണ്ട്. തീറ്റൊക്കെ കൊടുത്ത് അവരൊക്കെ നല്ല ഉഷാറായിട്ടുണ്ട്. പിന്നെ ഇതിനകത്ത് വെള്ളം ചെടികൾക്ക് വളരെ നല്ലതാണ്. അപ്പൊ ഞാൻ ഇടയ്ക്കിടയ്ക്ക് വെള്ളം ഇതിൽ നിന്ന് മാറ്റുമ്പോൾ ആ വെള്ളമൊക്കെ എല്ലാം നമ്മുടെ പച്ചക്കറികൾക്കും ഒഴിച്ചു കൊടുക്കും. നല്ല ഗ്രോത്തോടു കൂടി പച്ചക്കറി വളരും. ഇത് പേൾ മില്ലറ്റ്. ഇത് ഞാൻ ആദ്യമായിട്ടാണ് മില്ലറ്റ് കൃഷി ആരംഭിച്ചിട്ടുള്ളത്. നല്ല സക്സസ് ആണ്. നമുക്ക് വലിയ ബുദ്ധിമുട്ടില്ല ഇത് കൃഷി ചെയ്യാനായിട്ട്. മില്ലറ്റിൽ വെച്ച് ഏറ്റവും നല്ല മില്ലറ്റാണ് പേൾ മില്ലറ്റ്. അപ്പൊ ഇത് നിറയെ ഉണ്ടായിട്ടുണ്ട്. ശരിക്കും വിളവെടുക്കാറായി. നമ്മൾ മണി എടുത്ത് ഇങ്ങനെ കടിക്കുമ്പോൾ തന്നെ പൊട്ടുന്നുണ്ട്. അപ്പൊ ഇത് ശരിക്കും ഇതില് ചിലതൊക്കെ വിളവെടുക്കേണ്ട പ്രായം ആയിട്ടുണ്ട്. ഇതാണ് മണിച്ചോളം. സ്വർഗം എന്നും പറയും ഇതിന്. ഇംഗ്ലീഷിൽ സ്വർഗം എന്ന് പറയും. മണിച്ചോളമാണത്. ഇതും ആദ്യമായിട്ട് സ്കൂൾ വിദ്യാർത്ഥികളൊക്കെ ഒത്തിരി വരാറുണ്ട് ഇവിടെ. അപ്പൊ അവർക്കൊക്കെ ഭയങ്കര അത്ഭുതമായിട്ടാണ് തോന്നുന്നത് ഈ മില്ലറ്റ് കൃഷി കണ്ടിട്ട്. പേൾ മില്ലറ്റ്, മണിച്ചോളം ഒക്കെ കണ്ടിട്ട്. എനിക്കും ഇതുണ്ടായി നിൽക്കുന്നത് കാണാൻ നല്ല സന്തോഷം, കാണാനും നല്ല ഭംഗി. ഈ മണിച്ചോളം ഞാൻ 2-3 ഭാഗങ്ങളായിട്ട് ഇങ്ങനെ നിറയെ നട്ടിട്ടുണ്ട്. ഒത്തിരി ഉണ്ടായിട്ടുമുണ്ട്.
ചെറിയ ചേമ്പാണ്. ഇപ്പോൾ ഇതാ എനിക്കൊരു പ്രാവശ്യം പന്നി വന്ന് ഫുള്ള് നശിപ്പിച്ചു പോയതായിരുന്നു. അപ്പോൾ പന്നി കിടക്കാത്തൊരു സ്ഥലത്താണ് ഞാൻ ചേമ്പ് കിഴങ്ങ് വർഗ്ഗങ്ങളൊക്കെ ഇപ്പോൾ കൃഷി ചെയ്യുന്നത്. അപ്പോൾ നിറയെ ഉണ്ടായിട്ടുണ്ട്. ഇതെന്റെ കുറ്റിയമ്മരയാണ്. ഇതെനിക്കൊരു സുഭാഷ് തന്നതാണ് കേട്ടോ കുറ്റിയമ്മര. അപ്പൊ നിറയെ ഉണ്ടായി തുടങ്ങിയിട്ടേ ഉള്ളൂ. എന്റെ കൃഷിത്തോട്ടത്തിലൂടെ എല്ലാവരും എൻ്റെ കൂടെ ഇപ്പോൾ ഒത്തിരി ദൂരം നടന്നു. 2 എപ്പിസോഡായിട്ട് അത് ഇടാൻ പറ്റുള്ളൂ. അത്രയ്ക്കധികം ദൂരം നടന്നു കൂട്ടിയിട്ടുണ്ട് അല്ലേ. അപ്പൊ എല്ലാം ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. എൻ്റെ കൃഷിയും കൃഷിരീതിയും ഒക്കെ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ എഴുതുക, രേഖപ്പെടുത്തുക. ഒത്തിരി സന്തോഷം എൻ്റെ കൂടെ ഇത്രയും ദൂരം നടന്നതിലും എൻ്റെ കൃഷി കണ്ടതിലുമൊക്കെ. ഇനി ഞാൻ വൈൻഡപ്പ് ചെയ്യാണ്. ഒരു അടിപൊളി വീഡിയോയുമായിട്ട് ഞാൻ ഉടനെ തിരിച്ചു വരും. അതുവരേക്കും ടാറ്റാ.